ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കുഞ്ഞിനാളിലെ ആ പാവത്തിന് അമ്മ ഒളിച്ചോടി പോയെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചത് വലിയ തെറ്റായിപ്പോയി. അല്ലാതെ പിന്നെ എന്തു പറയാനാ? അമ്മക്കുട്ടിയെ ആതിരെ സന്ദീപും കൂടെ കൊഞ്ചിക്കുകയും ലാളിക്കുകയൊക്കെ ചെയ്യുന്ന കണ്ട് എനിക്ക് അമ്മയില്ലേന്ന് ഒരു ദിവസം അവൾ എന്നോട് ചോദിച്ചു. അതെന്താ അങ്ങനെ മോള് പറഞ്ഞത്? അവരമ്മൂന്റെ മാത്രം അച്ഛനും അമ്മയാണോ? നീയും അവരുടെ മോള് തന്നെയല്ലേ അല്ലേ? അങ്ങനെയല്ലേ എന്റെ മക്കളെ അവർ സ്നേഹിക്കുന്നത്. പിന്നെ നിന്റെ സച്ചേച്ചനില്ലേ? എന്നിട്ടും എന്തിനാ എന്റെ മോക്ക് വിഷമം? എല്ലാവരുടെ അമ്മമാര് സ്കൂളിൽ വരും, എനിക്ക് മാത്രം അമ്മയില്ല. മോള് വിഷമിക്കണ്ട, നോക്കിക്കോ, ഒരു ദിവസം അമ്മയും മോളെ കാണാൻ സ്കൂളിലേക്ക് വരും. അതീനെയും കൂട്ടുകാരൊക്കെ എന്നെ കളിയാക്കുന്നത് അമ്മയുടെ കാര്യം പറഞ്ഞിട്ടാ. അതൊന്നും സാരമില്ലെന്നേ. ഇന്ന് കളിയാക്കുന്നവരൊക്കെ അത് നാളെ മാറ്റി പറയും. അവരുടെ മുമ്പില് മോക്കൊരു ദിവസം അമ്മയെ കൊണ്ട് ദാ ഇങ്ങനെ നിർത്താൻ പറ്റും. സത്യമായിട്ടും? സത്യമായിട്ടൊന്ന് അമ്മമ്മയല്ലേ പറയുന്നത്? അമ്മമ്മ പറയുന്നതിലൊക്കെ സത്യമുണ്ടെന്ന്. ആണോ? ആ, അമ്മ എവിടെ നിന്ന് പോയതിനു ശേഷം എപ്പോഴെങ്കിലും അമ്മമ്മ അമ്മയെ കണ്ടിട്ടുണ്ടോ? ഇല്ല മോളെ. മോളെ പോലെ തന്നെ ഈ അമ്മമ്മയും കാത്തിരിക്കുക എന്റെ മോളെ കാണാൻ, എന്റെ പൊന്നുമോളുടെ അമ്മയെ കാണാൻ. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവളെ ഓർക്കാത്ത ഒരു നിമിഷം പോലും അമ്മമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഉറങ്ങിക്കിടക്കുമ്പോഴും രാവിലെ ഉണരുമ്പോഴും എന്തിന് രുചിയുള്ളൊരു ആഹാരം വെച്ചത് കഴിക്കാൻ എടുക്കുമ്പോ പോലും എന്റെ മോളെ ഓർക്കാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. നോക്കിക്കോ, നമ്മുടെ രണ്ടുപേരുടെയും ആഗ്രഹം നടക്കും. ഒരു ദിവസം നമ്മൾ ഇവിടെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴേ നിന്റെ അമ്മ ഇങ്ങനെ വരും. അതുവരെ മോളുടെ കൂടെ കളിക്കാനും ചിരിക്കാനും ഒക്കെ അമ്മക്കുട്ടിയല്ലേ ഇവിടെ? ഒന്നുമില്ലെങ്കിൽ ദാ അമ്മമ്മ നിൽക്കുകയല്ലേ ഇവിടെ? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നോ? ആ, കഴിച്ചു. ഇല്ലെങ്കിൽ 2 വായനയപ്പം പൊതിഞ്ഞു തരാം. വണ്ടിയിൽ വെച്ചിരുന്നാ മതി, വിശക്കുമ്പോ കഴിക്കാം. വേണ്ട, അതൊന്നും ശരിയാവില്ല. നിർബന്ധിക്കണ്ട സ്നേഹ. നിന്റെ ഏട്ടനെ ഇപ്പോ ഇവിടുത്തെ ആഹാരമൊന്നും പിടിക്കത്തില്ല. ഏയ്, പിടിക്കാത്തോണ്ടല്ലടാ. ഞാൻ രാവിലെ ആഹാരം കഴിച്ചിട്ടാ ഇറങ്ങിയത്, അതുകൊണ്ടാ. ഇവള് പറഞ്ഞ നേരാ. കമലാന്റെ ഉണ്ടാക്കിയതാ, സൂപ്പർ ടേസ്റ്റാ. വേണമെങ്കിൽ 2 കൊണ്ടുവയ്ക്കോ. ഇവിടെ വെച്ചിരുന്നാ മതി, വൈകിട്ട് ഞാൻ വാങ്ങിച്ചോളാം. ആഹാ, ഇന്ദുകുട്ടിയോടെ? അവളെ കമലാമ്മ ഒരുക്കിക്കൊണ്ടിരിക്കുക. ആഹാ, അല്ല മോളുടെ അച്ഛനും അമ്മ എന്തേ? അവരൊരിയും കഴിഞ്ഞില്ല. ആ, അല്ല, അവരുണ്ടൊന്ന് സ്കൂളിലേക്ക്. ആ, ചെറിയൊരു പേരന്റ്സ് മീറ്റിംഗ് ഉണ്ട്. ആ, അപ്പോ പതിവ് പോലെ ഇന്നും അടിയുണ്ടാക്കി കാണുമല്ലേ? അപ്പൊ ഇന്നും കോംപ്രമൈസ് മീറ്റിംഗ് ഉണ്ട്. കുട്ടികളല്ലടാ, കുറച്ച് കുസൃതിയൊക്കെ ഉണ്ടാവും. അച്ഛാ, ആ മോളു, അങ്ങനെ പറഞ്ഞു കൊടുക്കച്ചാ. എടി, എന്തൊക്കെയോ ഞാൻ മറന്നു.
ഹാ അതിപ്പോ പുതിയ കാര്യമാണോ? എടേ ശ്ശോ. ആ പച്ചക്കറി പച്ചക്കറിയാ ഞാൻ മറന്നത്. ആ വാങ്ങിക്കണമെങ്കിലേ നേരെ ചെന്നോ. സച്ചിയേട്ടൻ കുട്ടികളെ കൊണ്ട് പോയിട്ടില്ല. പോയില്ലേ? ഇല്ല. അന്ന് ഞാൻ അവരോടൊപ്പം. ഈ അമ്മയുടെ ഒരു മറവി. അയ്യോ എടാ, അയ്യോ അമ്മയെ സൂക്ഷിച്ച്. ഇത് എവിടേക്കാ? എടാ അവര് പോയോടാ? അവരൊക്കെ പോയി. അയ്യോ ശ്ശോ. എന്താ അമ്മേ ചോദിച്ചേ? അതെ, എനിക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങാൻ പോണായിരുന്നു. ആ അല്ല, അതിന് ആവണി സ്കൂളിലോട്ടല്ലേ പോണേ? അമ്മയ്ക്ക് അവളുടെ ഒപ്പം പോയാ പോരെ? അയ്യോ ഞാനതങ്ങ് മറന്നുപോയി. ആ ഇന്ന് വേറെന്തൊക്കെയാ കമലമ്മ മറന്നേ? അങ്ങനെ കൂടുതലായിട്ടൊന്നുമില്ല. കുറച്ച് തക്കാളി, ഉം, പിന്നെ മുരിങ്ങക്ക, ഉം. പിന്നെ എടാ അവിയലിടുന്ന വലിയൊരു ആ പടവലം പടവലം പടവലം. പടവലങ്ങ, പിന്നെ കുറച്ച് പച്ചമുളക്, സവാള, കത്രിക്ക, അങ്ങനെയൊക്കെ ഉള്ളൂ. കൂടുതലൊന്നുമില്ല. ഇപ്പൊ എല്ലാം ആയല്ലോ. വാ പോ. ബാഗൊക്കെ കൊണ്ടുപോണ്ടേ? അതിന്റെ കൂടെ അയ്യയ്യോ. പേഴ്സും പൈസയും മറക്കും. ഞാനതങ്ങ് മറന്നു. അതും മറന്നു പറ. ആഹാ അയ്യം പറഞ്ഞു പറ. അച്ഛമ്മ വരുന്നുണ്ടെങ്കിൽ വാ, ഞാൻ പോവോ? ആ, ഭയങ്കര ചൂടാ കളക്ടർക്ക്. ചെല്ല്. ഇനി ബൈക്ക് കൂടെ ഉരുട്ടിയിടുവോ എന്തോ. എടേ നില്ലടി അവിടെ. അതെ, വീഴാതെ പിടിച്ചിരുന്നോണം. അയ്യേ അതൊക്കെ എനിക്കറിയാം. അതെ, എന്റെ മോൾ റോഡിലോട്ട് നോക്കി വണ്ടി ഓടിച്ചാ മതി. ഓ അവള് വലിയൊരു വണ്ടിക്കാരി. അച്ഛമ്മേ, ഞാൻ അച്ഛമ്മയോട് ഒരു കാര്യം പറയണമെന്ന് കരുതിയിരിക്കുമായിരുന്നു. എന്താടി? ഇന്ദുക്കുട്ടിയുടെ കാര്യം തന്നെയാ. സ്കൂളിൽ ചില സമയത്തൊക്കെ ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ ആലോചിക്കുന്നത് കാണാം. എന്താന്ന് ചോദിച്ചാ ഒന്നും പറയുകയില്ല. അമ്മയെക്കുറിച്ചാണെന്ന് എനിക്കറിയാം. അവക്ക് എല്ലാരും ഉണ്ടടി. അമ്മക്കുട്ടി ആതിരയുടെ മോളാണെന്ന് തിരിച്ചറിഞ്ഞ ശേഷം സ്വന്തം മോളെ പോലെയാ സച്ചി ഇന്ദൂട്ടിയെ വളർത്തുന്നത്. അവളുടെ എല്ലാ കാര്യത്തിലും അവൻ എപ്പോഴും ശ്രദ്ധിക്കുന്നുമുണ്ട്. പിന്നെ ആതിരയും സന്ദീപും അവരോട് ഒരു സ്നേഹക്കുറവ് ഇതുവരെയും കാണിച്ചിട്ടില്ല. കുഞ്ഞിനാളിലെ ആ പാവത്തിന് അമ്മ ഒളിച്ചോടി പോയെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചത് വലിയ തെറ്റായിപ്പോയി. അല്ലാതെ പിന്നെ എന്തു പറയാനാ? അമ്മക്കുട്ടിയെ ആതിരയും സന്ദീപും കൂടെ കൊഞ്ചിക്കുകയും ലാളിക്കുകയൊക്കെ ചെയ്യുന്ന കണ്ട് എനിക്ക് അമ്മയില്ലേന്ന് ഒരു ദിവസം അവൾ എന്നോട് ചോദിച്ചു. ഞാൻ പിന്നെ മോളോട് എന്ത് പറയാനാ? ഒടുവിൽ എന്റെ അമ്മ എവിടെ പോയെന്ന് ചോദിച്ച് കരയാൻ തുടങ്ങിയപ്പോഴാ അമ്മയെ കാണാതായ കാര്യം ഞാൻ പറഞ്ഞത്. പാവം, അവളൊന്ന് വിശ്വസിക്കുകയും ചെയ്തു. എന്തെങ്കിലും അർച്ചനന്റെ തിരിച്ചു വന്ന അമ്മക്കുട്ടിയോട് പണ്ട് കാണിച്ച അതേ സ്നേഹം ഇപ്പൊ ഇന്ദുക്കുട്ടിയോട് കാണിക്കുമെന്ന് അച്ഛമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അതിനെന്താ സംശയം? എന്റെ മോൾ അവളോട് ഒരു വ്യത്യാസവും കാണിക്കത്തില്ല. ഇതുവരെയായിട്ടും അവളെ എന്റെ കൊച്ചുമോളായിട്ട് തന്നെ ഞാനും കണ്ടിട്ടുള്ളൂ. അർച്ചനന്റെ എത്രയും പെട്ടെന്നൊന്ന് വന്നാ മതിയായിരുന്നു. വരും, അവള് വരാതിരിക്കത്തില്ല. വരും. അച്ഛമ്മ കേറ്.